അപ്പോൾ രാവിലെ മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ തോക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് തോക്കെന്ന് വെച്ചാൽ തോക്ക് തെറ്റാലിയാണ്, മീൻ പിടിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ്. നേരത്തെ എങ്ങാണ്ട് പിടിച്ചിട്ട് കൊണ്ട് വെച്ചത്. അപ്പോൾ അതിപ്പം പുതുതായിട്ടൊന്ന് തെറ്റാൻ എടുത്തപ്പോഴത്തേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. അങ്ങനെ ഒന്ന് മുങ്ങി നോക്കിയിട്ട് കയറി വന്നപ്പോൾ പറഞ്ഞു അവിടെ ഒന്നുമില്ല, എല്ലാം ചെറിയ പരലുകൾ മാത്രമാണ്, വലിയ മീനൊന്നും കാണാനില്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ മുങ്ങിത്തപ്പി നോക്കി വല്ലതും കിട്ടുമോ എന്ന് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അതുവഴി നമ്മുടെ വലക്കാർ വലയിടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തെന്നാൽ ഇവർ വല വെക്കുമ്പോൾ ഇതിനകത്ത് മീനുണ്ടെങ്കിൽ അറിയാം ഇവിടെ വലിയ മീനുണ്ടോയെന്ന്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തെറ്റിയിട്ട് കിട്ടിയ മീൻ ഇന്ന് വരാലാണ്. ഒരു വലിയ വരാലും കിട്ടി, ഒരു ചെറിയ വരാലും. കണ്ടോ അമ്പ് കൊണ്ട് പാട് കണ്ടോ. അപ്പോൾ ഒരു വലിയ വരാലും കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ വരാലും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് നമുക്ക് കറി വയ്ക്കാം. നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊരു മുളക് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം എൻ്റെ മണ്ടയൊക്കെ തൊലിയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ചെത്തിക്കളഞ്ഞ് ഇത് വേണം നമുക്ക് തൊലി ഉരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കല്ലിലിട്ട് ഉരച്ച് വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ കറി വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഇങ്ങനെ തൊലി ഉരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഒരു ശകലം പോലും മാംസം കളയാതെ ഞാൻ എൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വലിച്ചുരി എടുക്കുവാണ്. ഫ്രഷ് ആയതുകൊണ്ട് കണ്ടോ അതിൽ മാംസം ഒന്നും പോയിട്ടില്ല. മീൻ വെട്ടുന്ന ബഹളം കാരണം കാക്കകളെല്ലാം എൻ്റെ തലയ്ക്ക് ചുറ്റും കിടന്ന് പറക്കുവാണ്. അങ്ങനെ വലിയ മീൻ വെട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെറിയ മീനുകളൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. അതിങ്ങനെ ഉരച്ചെടുത്ത് കേട്ടോ. പറ്റുവാണെങ്കിൽ നമുക്കത് വറക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്കതിനെ കറി വയ്ക്കാനായിട്ട് ഇതിനകത്തോട്ട് എടുക്കാം. മറ്റേത് തന്നെ വെട്ടിയപ്പോൾ ഒരു ചട്ടി മീനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഉരച്ചെടുക്കുകയാണ്. അതിൻ്റെ ചെതുമ്പലൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മീൻകറി അങ്ങ് അടുപ്പത്തോട്ട് കയറ്റി ചാറൊക്കെ അങ്ങോട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അങ്ങ് പറക്കിയിട്ട് കേട്ടോ. ഇനി തിളച്ചിട്ട് നല്ല ചൂടോടെ ചോറിൻ്റെ കൂടെ കുടംപുളി ഇട്ട നല്ല വറാൽ കറിയും കൂടെ കഴിക്കാം.